നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. മൂന്നാം ക്ലാസ്സുകാരനോട് രണ്ടാനച്ഛന്റെ ക്രൂരത. വികൃതി കാട്ടിയതിന് കാലിൽ തേപ്പ് വെട്ടിവെച്ച് പൊള്ളിച്ചു. ചവറ തെക്കും ഭാഗത്താണ് സംഭവം. കുളത്തൂപ്പുഴ മൈലാമൂടിലും ചോഴിയക്കോട് മിൽപ്പാലത്തും കാട്ടുപോത്തിന്റെ ശല്യം. കാട്ടുപോത്തിന് മുന്നിൽപ്പെട്ട യുവാവ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കല്ലടയാറ് കടന്നാണ് കാട്ടുമൃഗങ്ങൾ എത്തുന്നത്. കായംകുളത്ത് സിന്തറ്റിക് ലഹരിയുമായി യുവാവ് പിടിയിൽ. കായംകുളം പുള്ളിക്കണക്ക് സ്വദേശി വൈശാഖാണ് പിടിയിലായത്. 30 ഗ്രാം MDMA പിടികൂടി. ഷാർജയിൽ മരിച്ച തേവലക്കര സ്വദേശി അതുല്യയുടെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അന്വേഷണ സംഘത്തെ ഉടൻ തീരുമാനിച്ചേക്കും. നിലവിൽ കരുനാഗപ്പള്ളി ASPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാം ക്ലാസ്സുകാരനോട് രണ്ടാനച്ഛന്റെ ക്രൂരത. വികൃതി കാട്ടിയതിന് കാലിൽ തേപ്പ് വെട്ടിവെച്ച് പൊള്ളിച്ചു. ചവറ തെക്കും ഭാഗത്താണ് സംഭവം. രണ്ടാനച്ഛൻ മൈനാഗപ്പള്ളി സ്വദേശി കൊച്ചനിയനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചവറ തെക്കും ഭാഗത്താണ് സംഭവം. മൂന്നാം ക്ലാസ്സുകാരനോടാണ് രണ്ടാനച്ഛൻ ക്രൂരത കാട്ടിയത്. വികൃതി കാട്ടിയതിന് കുഞ്ഞിന്റെ കാലിൽ ഇസ്തിരിപ്പെട്ടി കൊണ്ട് പൊള്ളിക്കുകയായിരുന്നു. രണ്ടാനച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൈനാഗപ്പള്ളി സ്വദേശി കൊച്ചനിയനെയാണ് അറസ്റ്റ് ചെയ്തത്. കേരളീയ സംഭവം തന്നെ അറിയിച്ചു. അങ്ങനെ നമ്മൾ പഞ്ചായത്ത് മെമ്പർ സ്കൂളിലെ അക്കൗണ്ട്സും ചേർന്ന് കുട്ടിയെ സ്റ്റേഷനിൽ കൊണ്ടുപോകും. വിധമായ മെഡിക്കൽ എയ്ഡ് കുട്ടി കൊടുക്കും. ശേഷം കുട്ടിയെ വിശദമായിട്ട് മൊഴിയെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസ് എടുക്കുന്നു. കുഞ്ഞിനെ നോക്കുന്നത് അമ്മയുടെ മാതാവും രണ്ടാനച്ഛനുമാണ്. കുട്ടിയെ സംരക്ഷിക്കേണ്ടവർക്കെതിരെ കേസെടുക്കുന്നു. പറയുന്നതനുസരിച്ച് ബാക്കി കണ്ടുപിടിക്കുന്നു. കുട്ടിയുടെ മൊഴി എന്താ? കുട്ടിയെ സംരക്ഷിക്കേണ്ട രണ്ടാനച്ഛൻ 2 ദിവസം മുമ്പ് ഏതോ ഒരു തേപ്പിട്ട് വെച്ച് പൊളിച്ചാണ് പറയുന്നത്. ഒരിക്കലും സംഭവിച്ചായിട്ട് ഇത് പറയുന്നുണ്ട്. കൂടുതലായിട്ട് പ്രശ്നം 6-ാം തീയതി മുമ്പ് ഇതുപോലെ ചൂട് ചേർത്ത് വെച്ച് പൊളിച്ചായിട്ട് കാര്യം പിടിക്കും. ഓരോരുത്തർ ഇഞ്ചറി ഉണ്ട്. മെഡിക്കൽ നടത്തിയിട്ടുണ്ട്. ബാക്കി നടപടി ചെയ്യുന്നുണ്ടെങ്കിലാണ് പ്രതിയുടെ മറ്റു അറസ്റ്റും മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കുഞ്ഞിന്റെ അമ്മ വിദേശത്താണ്. പരിക്കേറ്റ കുട്ടിയെ CWCയിലേക്ക് മാറ്റി. വീട്ടിൽ കാണിച്ച വികൃതിക്കാണ് രണ്ടാനച്ഛൻ ക്രൂരമായ ശിക്ഷ നൽകിയത്. പ്രാഥമിക ചികിത്സ പോലും ലഭിച്ചില്ലെന്നാണ് കുട്ടിയുടെ മൊഴി. പോലീസ് കുഞ്ഞിൽ നിന്നും വിശദമായ മൊഴിയെടുത്തിട്ടുണ്ട്. കുഞ്ഞിനെ നോക്കുന്നത് അമ്മയുടെ മാതാവും രണ്ടാനച്ഛനുമാണ്. ഇത്തരത്തിൽ നേരത്തെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് ചെയ്തു പോയതെന്നാണ് രണ്ടാനച്ഛൻ പോലീസിൽ മൊഴി നൽകിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചവറ. പാമ്പ് വിഴുങ്ങിയ ആട്ടിൻകുട്ടിക്ക് പുനർജന്മം. അഞ്ചൽ തൊളിപ്പച്ചയിലാണ് സംഭവം. RRT സംഘം എത്തിയാണ് CPR നൽകി ആടിനെ രക്ഷിച്ചത്. അഞ്ചൽ തൊളിപ്പച്ച നിവാസിയായ ബിജു കുര്യൻ എന്നയാളുടെ 3 മാസം പ്രായമുള്ള ആട്ടിൻകുട്ടിയാണ് പെരുമ്പാമ്പ് പിടിച്ചത്. വിവരം അറിയിച്ചതിനെ തുടർന്നെത്തിയ അഞ്ചൽ RRT സംഘമാണ് പെരുമ്പാമ്പിന്റെ പിടിയിൽ നിന്നും ആട്ടിൻകുട്ടിയെ രക്ഷപ്പെടുത്തിയത്. ആട്ടിൻകുട്ടിക്ക് ചെറിയ അനക്കമുണ്ടെന്ന് സംശയം തോന്നിയ സ്നേക്ക് റെസ്ക്യൂവറായ ശ്യാംജിത്ത് ആട്ടിൻകുട്ടിക്ക് CPR നൽകി. തുടർന്നാണ് ആട്ടിൻകുട്ടി രക്ഷപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കുളത്തൂപ്പുഴ ഓന്തുപച്ചയിൽ ടോറസ് ലോറി അപകടത്തിൽപ്പെട്ടു. ഡ്രൈവർക്ക് പരിക്ക്. തമിഴ്നാട്ടിൽ നിന്നും പാറയുമായി പോയ ലോറി നിയന്ത്രണം വിട്ട് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലേക്ക് ഇടിച്ചു കയറി. വാഹനങ്ങൾ ഇറക്കമിറങ്ങുമ്പോൾ ന്യൂട്രലിൽ ഇടുന്നതാണ് അപകട കാരണം.
കുളത്തൂപ്പുഴ ഓന്തുപച്ചയിലാണ് അപകടമുണ്ടായത്. പുലർച്ചെയായിരുന്നു അപകടം. തമിഴ്നാട്ടിൽ നിന്നും പാറ ഉൾപ്പെടെ കയറ്റി വന്ന ടോറസ് ലോറി വളവ് തിരിയുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ മൺതിട്ടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ഡ്രൈവറുടെ കാൽ വാഹനത്തിൽ കുരുങ്ങി. കടയ്ക്കൽ അഗ്നിരക്ഷാസേനയും കുളത്തൂപ്പുഴ പോലീസും എത്തിയാണ് ഡ്രൈവറെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചത്. അങ്ങനെ ചെയ്യാം. ക്രെയിൻ ഉണ്ടല്ലോ, ഇവിടെ വെച്ച് അങ്ങോട്ട് വെക്കാം. ഈ വണ്ടി എടുത്ത് അങ്ങോട്ട് വെക്കാം. തമിഴ്നാട് സേലം സ്വദേശി രാജവേലിനാണ് പരിക്കേറ്റത്. 5 മണിക്ക് ബാങ്ക് കേൾക്കുന്ന സമയത്ത് വിളി കേട്ടോണ്ടാണ് ഞങ്ങൾ ഓടി ഇറങ്ങി വരുന്നത്. വന്നപ്പോൾ സംഭവം ഞങ്ങൾ 3-4 പേര് വന്ന് വിളിച്ച ആൾക്കാരെ കൂട്ടി അപ്പോഴേ സംഭവിച്ചതാണ്. ലോറി ഇറങ്ങി വരുന്നതിനിടെ വാഹനങ്ങൾ ന്യൂട്രലിൽ ആക്കുന്നതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ഡിജിറ്റലൈസേഷന്റെ പേരിൽ അംഗനവാടി ജീവനക്കാരിൽ അമിത സമ്മർദ്ദം ചെലുത്തുന്ന കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് ധർണ നടത്തി. അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത്. अंगनवाड़ी वर्कर्स एंड हेल्पर्स यूनियन जिंदाबाद। अंगनवाड़ी वर्कर्स एंड हेल्पर्स यूनियन जिंदाबाद। CITU जिंदाबाद। CITU जिंदाबाद। अंगनवाड़ी वर्कर्स एंड हेल्पर्स यूनियन जिंदाबाद। अंगनवाड़ी वर्कर्स एंड हेल्पर्स जिंदाबाद। അംഗനവാടികളുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലാക്കാൻ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ പ്രവർത്തനങ്ങൾ അംഗനവാടി ജീവനക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നതിനായി കടുത്ത സമ്മർദ്ദമാണ് ചെലുത്തുന്നതെന്നാണ് അംഗനവാടി ജീവനക്കാരുടെ ആരോപണം. ഞങ്ങളുടെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ പ്രശ്നങ്ങളാണ് ഞങ്ങളിപ്പോൾ നേരിടുന്നത്. കാരണം ഒരു ഗർഭിണിക്കായിട്ട്, ഒരു പാൽ കൊടുക്കുന്ന അമ്മമാർക്കായിട്ട്, ഒരു 6 മാസം തൊട്ട് 3 വയസ്സുള്ള കുട്ടികൾക്കായിട്ട്, ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്കായിട്ട് ആർക്കെങ്കിലും നമ്മൾ ഇത്തിരി അംഗനവാടികളിൽ നിന്ന് സാധനം കൊടുക്കണമെങ്കിൽ അവരുടെ ഫേസ് ക്യാപ്ചറിങ് ചെയ്യണം. ഈ ഫേസ് ക്യാപ്ചറിങ് എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓഫീസിൽ നിന്ന് മൊബൈലൊന്നും ഞങ്ങൾ വർഷങ്ങളായി കേടായിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്വന്തം മൊബൈൽ, ഞങ്ങളുടെ സ്വന്തം നെറ്റ് ഞങ്ങൾ ക്യാഷ് മുടക്കി നെറ്റ് ഓണാക്കി ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. അതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീടുകളിലും പോയിരുന്ന് ഞങ്ങൾ ചെയ്യുകയാണ്. പക്ഷേ എന്നിട്ട് കൂടി ഒരു 4 പ്രാവശ്യമെങ്കിലും ഒരു വീട്ടിൽ ചെന്നെങ്കിലും ഒരു കുട്ടിയുടെ അമ്മയുടെ ഫേസ് ക്യാപ്ചർ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് പലർക്കും പറ്റുന്നുമില്ല. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇവിടുന്ന് പെർസെൻറ്റേജ് കുറഞ്ഞു എന്ന് പറഞ്ഞ് അവർ ഞങ്ങളെ എത്രത്തോളം പ്രഷർ ചെയ്യാമോ അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങളുടെ പല കാര്യങ്ങളും ഈ രാവിലെ അംഗൻവാടി കയറി കഴിഞ്ഞാൽ തുടങ്ങുന്ന ആഹാരം ഉണ്ടാക്കലാണ്. ആഹാരം ഉണ്ടാക്കുന്ന പച്ചക്കറി ഞങ്ങൾ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ട് 4-5 മാസം ആകുമ്പോഴാണ് ഞങ്ങൾക്ക് അത് കിട്ടുന്നത്. ഞങ്ങളുടെ ശമ്പളത്തിൻ്റെ 40% ഞങ്ങൾ ഓഫീസിൽ തന്നെ അംഗൻവാടികളിൽ തന്നെയാണ് ചിലവാക്കുന്നത്. അതും സമയത്തിന് ഞങ്ങൾക്ക് കിട്ടുന്നുമില്ല. ഞങ്ങൾ കയ്യിൽ നിന്ന് ചിലവാക്കാൻ തയ്യാറാണ്, പക്ഷെ ഞങ്ങൾക്ക് അതായത് സമയബന്ധിതമായി ഞങ്ങൾക്ക് പൈസ കിട്ടണം. ശമ്പളം പോലും ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് 2 മാസത്തിന് മുമ്പുള്ള ശമ്പളം ഒരു ഗഡുവും വേറെ വഴിക്കേത് പോയി. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും ഞങ്ങൾക്ക് നടക്കുന്നുണ്ട്. ഇതുവരെ അത് തിരിച്ചു കിട്ടിയിട്ടില്ല. ഇതിനായി വകുപ്പ് ആകെ നൽകിയിട്ടുള്ളതാകട്ടെ ഒരു സ്മാർട്ട് ഫോൺ മാത്രമാണ്. ഫോണിലൂടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്താൻ കഴിയില്ല എന്നിരിക്കെ അംഗനവാടി ജീവനക്കാരുടെ മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് ജീവനക്കാർ ധർണ നടത്തിയത്. अंगनवाड़ी वर्कर्स एंड हेल्पर्स यूनियन जिंदाबाद। अंगनवाड़ी वर्कर्स एंड हेल्पर्स यूनियन जिंदाबाद। CITU जिंदाबाद। CITU जिंदाबाद। अंगनवाड़ी वर्कर्स एंड हेल्पर्स यूनियन जिंदाबाद। अंगनवाड़ी वर्कर्स एंड हेल्पर्स यूनियन जिंदाबाद। അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം ICDS ഓഫീസിന് മുന്നിലായിരുന്നു ധർണ. CITU ഏരിയ സെക്രട്ടറി KP മോഹൻദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ തുച്ഛമായിട്ട് വേതനം കിട്ടുന്ന ഈ ജീവനക്കാരെ കൊണ്ട് അമിതമായ ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു തീരുമാനം ഈ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. എന്താ അത്? ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന ഫോണിലൂടെ വേണം ഇത് ചെയ്യാൻ. ആ ഫോണിലൂടെ കടുത്ത സമ്മർദ്ദം ചെലുത്തി ഉദ്യോഗസ്ഥർ, ICDS സൂപ്പർവൈസർമാർ ഈ ജോലി ചെയ്യിക്കാൻ അവർ പ്രേരിപ്പിക്കുകയാണ്. എന്നാൽ അവർക്ക് ഫോൺ കൊടുക്കുന്നുണ്ടോ? ഇവർക്ക് എവരുടെ സ്വന്തമായിട്ടുള്ള ഫോണിൽ ചെയ്യണമെന്നാണ് പറയുന്നത്. അതിന് സമ്മർദ്ദം ചെലുത്തുകയാണ്. വളരെ തുച്ഛമായിട്ടുള്ള വരുമാനം വാങ്ങിക്കുന്ന ഈ വിഭാഗം ജീവനക്കാരെ, അംഗനവാടി ജീവനക്കാരെ നമുക്കറിയാമല്ലോ. നമ്മുടെ കൊച്ചുകുട്ടികളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അവരെ സ്വന്തം മാതാവിനെ പോലെ തന്നെ ശുശ്രൂഷിച്ച് അവരെ വൈകുന്നേരം വരെ അവിടെ ഇരുത്തി അവരെ പഠിപ്പിച്ച് വിടുന്ന വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ് അംഗനവാടി ജീവനക്കാർ നടത്തുന്നത്. ആ ജീവനക്കാർക്ക് മതിയായിട്ടുള്ള വേതനം, ആ വേതനം നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാതെ അമിതമായ ജോലി അവരെ കൊണ്ട് ചെയ്യിച്ച്
അവരെ സമ്മർദ്ദത്തിലാക്കി ഇന്ന ഒരു സമീപനമാണ് ഈ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവസാനിപ്പിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. നിവേദനങ്ങൾ കൊടുത്തു, നിരവധി സമരങ്ങൾ ചെയ്തു. ആ സമരങ്ങൾ ചെയ്തുകൊണ്ടൊന്നും യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല. യൂണിയൻ പ്രസിഡന്റ് സിലി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി സുനിത, സതീദേവി, പ്രീത, ജയശ്രീ, രമ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. യുവതിയെ സമൂഹമാധ്യമങ്ങൾ വഴി അപകീർത്തിപ്പെടുത്തിയ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ചവറ മുകുന്ദപുരം സ്വദേശി ശ്രീകുമാറുമായാണ് തെളിവെടുപ്പ് നടത്തിയത്. ഇയാൾക്കെതിരെ യുവതി നേരത്തെ നൽകിയ കേസുകൾ പിൻവലിക്കാത്തതിലുള്ള വിരോധത്തിലാണ് യുവതിയുടെ ചിത്രങ്ങൾ സാമൂഹ്യമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. യുവതിയെ സാമൂഹിക മാധ്യമങ്ങൾ വഴി അപകീർത്തിപ്പെടുത്തിയ കേസിൽ റിമാൻഡിലായ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളുമായാണ് ചവറ പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. ചവറ മുകുന്ദപുരം പുലിച്ചിലജകത്ത് കിഴക്കതിൽ വി ശ്രീകുമാറിനെയാണ് പോലീസ് തെളിവെടുപ്പിനായി വിവിധയിടങ്ങളിൽ എത്തിച്ചത്. ഇയാളുടെ ഫേസ്ബുക്കിലൂടെയും വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും യുവതിയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും അശ്ലീല പരാമർശം നടത്തി മാനഹാനി ഉണ്ടാക്കിയെന്നുമാണ് കേസ്. നേരത്തെ ഇയാളുടെ പേരിൽ യുവതി നൽകിയ കേസുകൾ പിൻവലിക്കാത്തതിനുള്ള വിരോധത്തിൽ മാനഹാനി വരുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇയാൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പരാമർശങ്ങൾ നടത്തിയതെന്നാണ് പരാതി. കോടതി നിർദ്ദേശപ്രകാരം ഇയാളുടെ തേവലക്കര മുള്ളിക്കാരിയിലെ സ്ഥാപനത്തിൽ പരിശോധന നടത്തി. ഫോണിൽ നിന്നും ലഭിച്ച തെളിവുകൾ മാത്രമാണ് കമ്പ്യൂട്ടറിലും ഉള്ളതെന്നാണ് സൂചന. ചവറ, തെക്കുംഭാഗം, കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനുകളിൽ 8ഓളം കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെ മോശമായി പരാമർശിച്ച് വ്യാജ ഊമക്കത്തുകൾ ഇയാൾ അയക്കാറുണ്ടെന്നും പോലീസ് പറഞ്ഞു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ തെളിവുകൾ ശേഖരിച്ച ശേഷം ചവറ SHOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ നേരത്തെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് കോടതിയിൽ നിന്നും കൂടുതൽ തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. ഷാർജയിൽ മരിച്ച തേവലക്കര സ്വദേശിനി അതുല്യയുടെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അന്വേഷണ സംഘത്തെ ഉടൻ തീരുമാനിച്ചേക്കുമെന്നാണ് സൂചന. നിലവിൽ കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. തേവലക്കര കോയിവിള സ്വദേശി അതുല്യയെ ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിന്റെ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. അന്വേഷണ സംഘത്തെ ഉടൻ രൂപീകരിക്കും. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിലാണ് നിലവിലെ അന്വേഷണം. കഴിഞ്ഞ ജൂലൈ 19-നാണ് കൊല്ലം തേവലക്കര കോയിവിള സൗത്ത് സ്വദേശി അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതുല്യയുടെ കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭർത്താവ് സതീഷിന്റെ പേരിൽ കേസെടുത്ത് അന്വേഷണം നടന്നുവരികയാണ്. ഷാർജയിലെ ഫോറൻസിക് റിപ്പോർട്ടിൽ അതുല്യയുടെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നായിരുന്നു കണ്ടെത്തിയത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നതോടെ നിലവിലുള്ള ASP അന്വേഷിച്ച കേസ് ഫയൽ കൈമാറും. 2 രാജ്യങ്ങൾ തമ്മിലുള്ള കാര്യമായതിനാൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിന് പരിമിതികളുണ്ട്. ഇതുകൊണ്ടാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. അതുല്യയുടെ മരണത്തിന്റെ ഉത്തരവാദി ഭർത്താവ് സതീഷാണെന്നാണ് കുടുംബം പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകിയ അധ്യാപകനെ സ്ഥലം മാറ്റി. വിദ്യാർത്ഥികൾ കോളേജിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പുനലൂർ SN കോളേജിലാണ് സംഭവം. SN ട്രസ്റ്റിന്റെ ആൾക്കാരൊക്കെ ഇവിടെ പോയി ഇവിടെ പ്രിൻസിപ്പൾ ഗുണ്ടായുസമാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മളെ വിദ്യാർത്ഥികളെ അടിച്ചമർത്തും. എന്തെങ്കിലും കാര്യമായിട്ട് വന്നാൽ ഉടനെ നമ്മളെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അറ്റൻഡൻസ് ഇല്ലാതെ പുറത്താക്കുന്ന രീതി ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഒരു ടോയ്ലറ്റ് ഇല്ല, മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. പുനലൂർ SN കോളേജിലെ അധ്യാപകനെ സ്ഥലം മാറ്റിയതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ കോളേജിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കോളേജിൽ പ്രവർത്തിച്ചിരുന്ന ക്യാന്റീൻ പൂട്ടിയതിനെ തുടർന്ന് BCom ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിന് നിവേദനം നൽകിയിരുന്നു. കാണിച്ചിട്ടില്ല. ഇവിടെ എന്തെങ്കിലും വിദ്യാർത്ഥികളെ റോളൗട്ട് ആക്കിയതല്ല, അല്ല അത് റോളൗട്ട് ആക്കുന്നത് തെറ്റാണ്. ഈ നിവേദനം നൽകുന്നതിനായി BCom ഡിപ്പാർട്ട്മെന്റിന്റെ HOD കൂടിയായ അധ്യാപകൻ വിദ്യാർത്ഥികളെ പിന്തുണച്ചതാണ് അധ്യാപകനെ സ്ഥലം മാറ്റാൻ കാരണമെന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. ക്യാന്റീന്റെ 2 ഓടളവി പൊട്ടി വീണ് കിടന്നു. അത് നമ്മുടെ വിജുമോൻ സാർ പറഞ്ഞു ഇത്രയും ദിവസം ക്യാന്റീൻ അടച്ചിടാൻ പറ്റത്തില്ല, ഇത് തുറന്ന് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. പ്രിൻസിപ്പളിന് അത് ഇഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ബാക്കി സാറന്മാരെല്ലാം പ്രിൻസിപ്പളിന്റെ വാക്കിയിട്ട് വിദ്യാർത്ഥികളെ ഇവിടെ അടിച്ചമർത്തിപ്പെട്ട്
കിട്ടുന്ന രീതിയാണ്. പക്ഷേ വിജിമോ സാർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിച്ച് ക്യാൻറ്റീൻ ഇതേണൊക്കെ തുറന്നു കൊടുക്കണം, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ടീച്ചർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ടീച്ചർ ഉടനെ ഉന്നതാധികാരിയെ വിളിച്ച് പറയുക, ഇതേണക്ക് വിജിമോ സാർ മാത്രം ഇതേണക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു. സാറിനെ ഉടനെ പിറ്റേ ദിവസം ട്രാൻസ്ഫർ ആക്കി. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഒരു സാറായിരുന്നു. ഫസ്റ്റ് ഇയർ, സെക്കൻഡ്, തേർഡ് ഇയർ എല്ലാ വിദ്യാർത്ഥികളും നമ്മുടെ കൂടെ ഉണ്ട്. സ്ഥലം മാറ്റം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വെള്ളിയാഴ്ച രാവിലെ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിന് മുന്നിൽ ബികോം ഡിപ്പാർട്ട്മെന്റിലെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നത്. ബികോം തേർഡ് ഇയർ വിദ്യാർത്ഥികളായ അദ്വൈത്, ഐശ്വര്യ, സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികളായ അഫ്സൽ, ആശിഷ്, ശംഭു, ശിവറാം, വേദ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. സാർ എന്ത് പ്രശ്നം വന്നാലും വാദമെന്ന് പറയുന്നതുകൊണ്ട് ബാക്കി എല്ലാവരും അതൊക്കെ എതിരായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഓരോരുത്തർക്ക് അറിയാലോ, വിദ്യാർത്ഥികൾ ഒരുപാട് നാളെ ഇവിടെ വന്നിട്ട് ഓരോ കാര്യങ്ങളും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സാറിനെ മാത്രം ഒരിടത്ത് ഒറ്റപ്പെടുത്തുന്നത് നമുക്ക് നല്ല രീതിയിൽ വ്യക്തമായ ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ക്യാൻറ്റീൻ്റെ പ്രശ്നം വന്ന് പിറ്റേ ദിവസം സാറിനെ ട്രാൻസ്ഫർ ചെയ്യാണ്, ചേർത്തലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള നിലപാടെടുക്കുകയും സാർ പോലും അറിഞ്ഞിട്ടില്ല. നമ്മളൊരു ട്രാൻസ്ഫർ എടുക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം അതിന്റെ നിലപാട് എന്താണ് ന്യായമായ കാരണം എന്താണ് എന്നുള്ളത് മക്കൾ വിദ്യാർത്ഥികളെ പോട്ടെ ആ സാറിനെങ്കിലും അറിയിക്കാം. സാറിനെ നമുക്ക് ഇന്നും വിളിച്ച് നമ്മൾ സാറിനെ കൊണ്ടുപോയിട്ട് സാറിന് അറിയില്ല എന്താണ് റീസൺ എന്ന് അറിയിച്ചിട്ട് നമ്മൾ അതിനുവേണ്ടി പ്രതിഷേധിക്കുക. അല്ലെ സാറിനെ ട്രാൻസ്ഫർ മാറ്റി എന്തെങ്കിലും കുറ്റം ചെയ്ത സാറാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അതിനുവേണ്ടി പ്രതിഷേധിക്കില്ല. ഒരു ഡിപ്പാർട്ട്മെന്റ് ഫുൾ അതിനുവേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ. അറ്റകുറ്റപ്പണികൾക്കായി പൂട്ടിയ ക്യാൻറ്റീൻ മാസങ്ങളായിട്ടും തുറക്കാത്തതിനാലാണ് പ്രിൻസിപ്പലിന് നിവേദനം നൽകിയത്. ഇത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയുള്ളതായിരുന്നുവെന്നും അധ്യാപകനെ സ്ഥലം മാറ്റിക്കൊണ്ട് മാനേജ്മെന്റ് ഇതിനെ തടയിടാൻ ശ്രമിക്കുകയാണെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കിണർ ഇടിഞ്ഞു താഴ്ന്നു. 100 വർഷം പഴക്കമുള്ള കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. മുളങ്കാടകം കുതിരപ്പന്തിയിൽ ജയറാംജിയുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. വെള്ളിയാഴ്ച രാവിലെ 8:30 സംഭവം. 50 അടി താഴ്ചയുള്ള കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. വീടിന്റെ തൊട്ടുമുന്നിലായിരുന്നു കിണർ സ്ഥിതി ചെയ്തിരുന്നത്. കിണറിന് സമീപത്തായി നിന്ന തെങ്ങും നിലം പതിച്ചു. വീടിന് മുന്നിലെ ചവിട്ടുപടിക്കും പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 8:15 എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഉള്ള കിണറിൽ അതിൻ്റെ അടുത്തുള്ളൊരു തെങ്ങിൻ്റെ മൂടും ഒരു ഭാഗം കിണറിൻ്റെ ഒരു ഭാഗവും ഇടിഞ്ഞ് താഴെപ്പോയി. എത്ര വർഷം പഴക്കമുള്ളത്? 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള കിണറാണ്. ഞങ്ങളിവിടെ താമസമായിട്ട് 50 വർഷമായി. എന്ത് ഇടിഞ്ഞു പോകാൻ കാരണം എന്താണെന്ന് പറയുന്നത്? ഗ്രൗണ്ട് വാട്ടറുകാർ വന്ന് പറഞ്ഞത് ഈർപ്പം, അതായത് മഴവെള്ളം കൊണ്ട് തെങ്ങിൻ്റെ കൂട്ടി വെള്ളം കെട്ടി നിൽക്കുകയും ചുറ്റുമുള്ള ഭാഗത്ത് കിണറിൻ്റെ ചുറ്റുമുള്ള ഭാഗത്ത് വെള്ളം കെട്ടി നിന്ന് തെങ്ങിൻ്റെ വേര്, പിന്നെ ഈ കിണർ പൂശിയിട്ടില്ലായിരുന്നു. പൂശിയിട്ടെന്ന് പറഞ്ഞാൽ തൊടി ഇറക്കിയ കിണറല്ല, കിണർ കാലപ്പഴക്കമുള്ളതാണ്. അതിൻ്റെ സൈഡ് പൂശിയിട്ടില്ല. അപ്പോൾ വേര് ഇറങ്ങി വേരിൻ്റെ വെള്ളം സുഷിരം ഉണ്ടാകാൻ, കെട്ടിന് സുഷിരം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഗ്രൗണ്ട് വാട്ടറുകാർ പറഞ്ഞത്. വെട്ടുകല്ല് ഉപയോഗിച്ച് നിർമ്മിച്ച കിണറിന് സമീപത്ത് നിന്ന തെങ്ങിൻ തടത്തിൽ നിന്നും കിണറ്റിലേക്ക് ഇറങ്ങിയ മഴവെള്ളവും മുറ്റത്ത് കെട്ടിനിന്ന വെള്ളവും കിണറിലേക്ക് ഒലിച്ചിറങ്ങിയതാണ് കിണർ ഇടിഞ്ഞു താഴാൻ കാരണമെന്നാണ് സ്ഥലം സന്ദർശിച്ച ശേഷം ഭൂജല വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. വെട്ടുകല്ല് ഉപയോഗിച്ചുള്ള കിണറായിരുന്നു. വെട്ടുകല്ലിൻ്റെ കിണറാണ്. ഈ വീടിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്? തൊട്ടടുത്ത് തന്നെ ഇല്ല, വീടിനിപ്പം തൽക്കാലം പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ ഈ തെങ്ങിൻ്റെ വേര് അറ്റുപോയതുകൊണ്ട് അതിനടിയിൽ പോയ വേരുകൾക്ക് കണക്ഷൻ ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. അഗ്നിശമന സേനാംഗങ്ങളും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. 4ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പിതാവും രണ്ടാനമ്മയും ഒളിവിൽ. നൂർനാട് ആദിക്കാട്ടുകുളങ്ങര കഞ്ചുകോട് സ്വദേശി അൻസാർ, രണ്ടാം ഭാര്യ ഷെഫീന എന്നിവരാണ് ഒളിവിൽ പോയത്. ഇതേസമയം സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. നൂറനാട് ആദിക്കാട്ടുകുളങ്ങരയിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ പിതാവും രണ്ടാനമ്മയും ഒളിവിൽ. ആദിക്കാട്ടുകുളങ്ങര കഞ്ചുക്കോട് പൂവണ്ണം തടത്തിൽ അൻസാർ, രണ്ടാം ഭാര്യ ഷെഫീന എന്നിവരാണ് ഒളിവിൽ പോയത്. ഫോൺ ഓഫാക്കി കിടന്ന ഇരുവരെയും പിടികൂടാനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവരുടെ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. കുട്ടി അമ്മൂമ്മയോടൊപ്പം ബന്ധുവീട്ടിലാണ്. വിഷയത്തിൽ ബാലാവകാശ കമ്മീഷനും ഇടപെട്ടിട്ടുണ്ട്. ആദിക്കാട്ടുകുളങ്ങരയിലെ സ്വകാര്യ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെയാണ് പിതാവും രണ്ടാനമ്മയും ചേർന്ന് മർദ്ദിച്ചത്. കുട്ടിയുടെ മുഖത്തുൾപ്പെടെ അടിയേറ്റ പാട് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകർ തിരക്കിയപ്പോഴാണ് വിവരം പുറത്തറിഞ്ഞത്. പിതാവ്, രണ്ടാനമ്മ എന്നിവരിൽ നിന്ന് നേരിട്ട പ്രയാസങ്ങളും പറ്റിയുള്ള വിവരവും എന്റെ അനുഭവം എന്ന തലക്കെട്ടിൽ കുട്ടി നോട്ട്ബുക്കിൽ കുറിച്ചിരുന്നു. അധ്യാപകർ മാതാപിതാക്കളെ വിളിച്ചെങ്കിലും എത്തിയില്ല. പോലീസ് കേസെടുക്കുകയും കുട്ടിക്ക് ചികിത്സ നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതോടെയാണ് പിതാവും രണ്ടാനമ്മയും മുങ്ങിയത്. അൻസാർ നൂർനാട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുണ്ടായ വീടാക്രമണ കേസിലും കഞ്ചാവ് കടത്തിയ കേസിലും ഉൾപ്പെടെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. നൂർനാട് SHO, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ എന്നിവരോട് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ബാലാവകാശ കമ്മീഷൻ അംഗം ജലജ ചന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.
കായംകുളത്ത് 30 ഗ്രാം സിന്തറ്റിക് ലഹരിയുമായി യുവാവ് പിടിയിൽ. കായംകുളം പുള്ളിക്കണക്ക് സ്വദേശി വൈശാഖാണ് പോലീസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്നും 30 ഗ്രാം MDMA പിടിച്ചെടുത്തു. കായംകുളം പുള്ളിക്കണക്ക് കയ്യിൽ തറയിൽ വൈശാഖിനെയാണ് പോലീസ് പിടികൂടിയത്. ഇയാളിൽ നിന്നും 30 ഗ്രാം സിന്തറ്റിക് ലഹരിയായ MDMA പിടിച്ചെടുത്തു. ബാംഗ്ലൂരിൽ നിന്നും അന്തർസംസ്ഥാന ബസ്സിൽ കായംകുളത്തിറങ്ങിയപ്പോഴാണ് പോലീസ് ഇയാളെ പിടികൂടുന്നത്. ബാംഗ്ലൂരിൽ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്തു വരികയാണ് വൈശാഖ്. ഇയാൾ നേരത്തെയും MDMA കടത്തിയിരുന്നതായി പോലീസിന് സംശയമുണ്ട്. ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. കുളത്തൂപ്പുഴ മൈലാമൂടിലും ചോഴിയക്കോട് മിൽപ്പാലത്തും കാട്ടുപോത്തിന്റെ ശല്യം രൂക്ഷമാകുന്നു. കാട്ടുപോത്തിന് മുന്നിൽപ്പെട്ട യുവാവ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ചോഴിയക്കോട് മിൽപ്പാലം പ്രദേശത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കല്ലടയാറ് കടന്നെത്തുന്ന കാട്ടുമൃഗങ്ങളുടെ ശല്യം ഏറിയിരിക്കുകയാണ്. കാട്ടുപോത്തിന്റെ മുന്നിൽപ്പെട്ട യുവാവാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ചോഴിയക്കോട് മിൽപ്പാലം പ്രദേശത്ത് ഏതാനും ദിവസങ്ങളായി കല്ലടയാറ് കടന്നെത്തുന്ന കാട്ടുമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചിരിക്കുകയാണ്. വനം വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള സൗരോർജ്ജ വേലികൾ പ്രവർത്തനരഹിതമായി മാറിയിട്ട് കാലങ്ങളായി. ഇതോടെ കാട്ടാനകളും കാട്ടുപോത്തുകളും കാട്ടുപന്നികളുമെല്ലാം രാപ്പകൽ വ്യത്യാസമില്ലാതെ ജനവാസ മേഖലയിലേക്ക് കടന്നെത്തുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇവയെ ഭയന്ന് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ പോലുമാകാത്ത സ്ഥിതിയാണ്. പുരയിടങ്ങളിൽ കൃഷി ചെയ്യാനും കഴിയുന്നില്ല. കാട്ടുമൃഗ ശല്യം നിത്യസംഭവമായി മാറിയിരിക്കുന്നു. കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ. വന്യമൃഗങ്ങളെ തുരത്താൻ വനപാലകർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ഉദ്ഘാടനം ചെയ്ത് 2 കൊല്ലം പിന്നിട്ടിട്ടും അടഞ്ഞുകിടക്കുന്ന പുനലൂരിലെ ഇൻഡോർ സ്റ്റേഡിയം തുറക്കാൻ ഇനിയും വേണം 40 ലക്ഷം. സ്റ്റേഡിയത്തിലേക്കുള്ള സ്പോർട്സ് ഉപകരണങ്ങൾ വാങ്ങുന്നതിനാണ് ഈ തുക. പണം കിഫ്ബിയിൽ നിന്ന് ലഭ്യമാക്കാൻ അടങ്കൽ സമർപ്പിച്ചിരിക്കുകയാണ്. പണം ലഭിച്ച് ഉപകരണങ്ങൾ വാങ്ങിയ ശേഷമേ സ്റ്റേഡിയം തുറക്കാനാകൂ. കിഫ്ബിയിൽ നിന്നുള്ള 5.63 കോടി രൂപ ചെലവഴിച്ച് ചെമ്മന്തൂരിലെ നഗരസഭാ മൈതാനത്ത് 2022 ഡിസംബറിൽ പൂർത്തിയാക്കിയ സ്റ്റേഡിയമാണിത്. 2023 ജൂണിൽ കായിക മന്ത്രി ഉദ്ഘാടനവും ചെയ്തു. എന്നാൽ ഒരിക്കൽ പോലും കായിക താരങ്ങൾക്കായി സ്റ്റേഡിയത്തിന്റെ വാതിൽ തുറന്നില്ല. സ്റ്റേഡിയം നിർമ്മിച്ച ഭൂമി രേഖകളിൽ നീർനിലമായി രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ ഭൂമി തരം മാറ്റുന്നതുൾപ്പെടെയുള്ള വിവിധ സാങ്കേതിക പ്രശ്നങ്ങളിൽ തട്ടി തുറക്കൽ അനിശ്ചിതമായി നീളുകയായിരുന്നു. കെട്ടിടത്തിന് ഇതുവരെ നമ്പറും ലഭിച്ചിട്ടില്ല. വായു ബഹിർഗമന സംവിധാനം സജ്ജമാക്കുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികൾ കൂടി ഉൾക്കൊള്ളിച്ച് സാങ്കേതിക സമിതി സർക്കാരിന് പുതിയ പദ്ധതി സമർപ്പിച്ചിട്ടുണ്ടെന്ന് അധികൃതർ പറയുന്നു. കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ സ്റ്റേഡിയം തുറക്കുമെന്നായിരുന്നു നഗരസഭയുടെ വാഗ്ദാനം. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു വാഗ്ദാനം നൽകിയത്. എന്നാൽ ഇത് 10 മാസം പിന്നിടുന്നു. ഇൻഡോർ സ്റ്റേഡിയം തുറക്കാൻ MLA ഫണ്ടിൽ നിന്നും 12 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. സ്പോർട്സ് ഉപകരണങ്ങൾ വാങ്ങുന്നതിനാണ് തുക അനുവദിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവൃത്തിയുടെ വിശദമായ അടങ്കലും തുടർ പരിപാലന സാക്ഷ്യപത്രവും അനുബന്ധ രേഖകളും ഉടൻ ലഭ്യമാക്കണമെന്ന് കാണിച്ച് കളക്ടർ നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി. ഉപകരണങ്ങൾ വാങ്ങുന്നതിന് കിഫ്ബിക്ക് നൽകിയ 40 ലക്ഷം രൂപയുടെ അടങ്കൽ തുക അനുവദിച്ചു കിട്ടാൻ കാലതാമസം ഉണ്ടാകുമെന്നതിനാലാണ് തന്റെ ഫണ്ടിൽ നിന്നും തുക അനുവദിക്കാമെന്ന് MLA നഗരസഭാ അധികൃതരെ അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ കൗൺസിൽ യോഗം ചേർന്ന് അടങ്കൽ സമർപ്പിക്കാൻ തീരുമാനമാകുകയും ചെയ്തു. ഭരണാനുമതി ലഭിച്ചാലുടൻ ഉപകരണങ്ങൾ വാങ്ങി സ്റ്റേഡിയം തുറക്കുമെന്ന് MLAയുടെ ഓഫീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. 3-ാം ക്ലാസ്സുകാരനോട് രണ്ടാനച്ഛന്റെ ക്രൂരത. വികൃതി കാട്ടിയതിന് കാലിൽ തേപ്പ് വെട്ടിവെച്ച് പൊള്ളിച്ചു. ചവറ തെക്കും ഭാഗത്താണ് സംഭവം. കുളത്തൂപ്പുഴ മൈലാമൂടിലും ചോഴിയക്കോട് മിൽപ്പാലത്തും കാട്ടുപോത്തിന്റെ ശല്യം. കാട്ടുപോത്തിന് മുന്നിൽപ്പെട്ട യുവാവ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കല്ലടയാറ് കടന്നാണ് കാട്ടുമൃഗങ്ങൾ എത്തുന്നത്. കായംകുളത്ത് സിന്തറ്റിക് ലഹരിയുമായി യുവാവ് പിടിയിൽ. കായംകുളം പുള്ളിക്കണക്ക് സ്വദേശി വൈശാഖാണ് പിടിയിലായത്. 30 ഗ്രാം MDMA പിടികൂടി. ഷാർജയിൽ മരിച്ച തേവലക്കര സ്വദേശി അതുല്യയുടെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അന്വേഷണ സംഘത്തെ ഉടൻ തീരുമാനിച്ചേക്കും.
നിലവിൽ കരുനാഗപ്പള്ളി ASPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.